ഹലോ. ഹലോ. എന്തുണ്ട് മോളെ? എന്ത്? ഒന്നുമില്ലേ? ഏ? നീ എന്താ രാവിലെ വിളിച്ചിരുന്നല്ലോ? ഒന്നുമില്ല. ഇന്നലത്തെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ നിന്നെ ഒന്ന് വിളിക്കണം തോന്നി രാവിലെ തന്നെ. ഇല്ലയാ, നീ അല്ലേ പറഞ്ഞ രാത്രി ഇവർക്ക് ശരിയാവൂല എന്ന്. ഇന്നലെ ശരിയായില്ലേ? അല്ല, ഷോപ്പിൽ വന്നപ്പോ നടക്കാതെ നന്നായി എനിക്ക് വിചാരം. അതന്നെ ഞാനും വിചാരിച്ചത്. ഞാൻ ഇന്നലെ രാത്രി വിചാരിച്ചതാണ്. ഷോപ്പിൽ വന്നിട്ട് നടക്കാതെ കസ്റ്റമർ വന്നെല്ലാം നന്നായി കേട്ടാ. ഷോപ്പിൽ എന്തായാലും ഇത്ര സൗകര്യമൊന്നും കിട്ടൂല. ഞാനല്ലേ പറഞ്ഞു, വീട്ടിലെ സൗകര്യം നമുക്ക് ഷോപ്പിൽ കിട്ടൂലെന്ന്. ഞാൻ വിചാരിച്ച് 3 മാസം കഴിഞ്ഞില്ലേ, ഇന്ത്യയെല്ലാം ചോർന്നു പോയെന്ന് ഞാൻ വിചാരിച്ചു. 3 മാസം കഴിഞ്ഞില്ലേ ചോർന്നു പോവാനാ? 3 മാസം വരെ ഒന്നും ചോർന്നു പോയിട്ടില്ല. കൂടുകയും ചെയ്തിട്ടുള്ളൂ അല്ലേ? മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ട് ഇന്ന് രാവിലെ ഉറങ്ങിയണീക്കല് ഞാൻ അവിടുന്ന് വന്നിട്ട് പിന്നെയും കടന്ന്. ക്ഷീണം അധികമായിട്ടിരിക്കല്ലേ? എന്നാ പറയണ്ടേ, നല്ല മഴ പെയ്ത പോലെയില്ലേ, സ്ട്രോങ് മഴ പെയ്ത പോലെയായി. അല്ല, മുമ്പത്തേനേക്കാളും ഉത്സാഹവും ഇതെല്ലാം കണ്ട്. അത് പിന്നെ കാണൂലേ, എത്ര കാലായത്? 3 മാസമായില്ലേ കെട്ടിക്കിടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, നീ ഒട്ടും മോശമൊന്നുമില്ലല്ലേനു. മോശമല്ലേ പിന്നെ ഞാനെങ്ങനെ മോശമാവുക? ഞാൻ വിചാരിച്ച് ഇക്ക കൊണ്ടുപോയിട്ട് ബാക്കി മുള്ളും തോലും മാത്രമേ ബാക്കിയുള്ളൂ. നീ പറഞ്ഞ പോലെ ഒന്നും അല്ലല്ലോ നീ ഉള്ളത്. ഞാൻ പഴയത് പറഞ്ഞല്ലേ. അല്ല, നിന്നെ വർത്താനം കെട്ടി ഞാൻ വീഴ്ച ഇപ്പൊ ശരിക്കൊന്നും കാണാൻ പറ്റില്ല. നിന്നെ ഷോപ്പിൽ വന്നേരം പിന്നെ അങ്ങനെ ശരിക്കും കാണുവാ? എനക്കൊന്നും എന്നെ ശരിക്കും കാണാൻ പറ്റില്ലല്ലോ, മൊത്തം മൂടി കെട്ടിയിട്ടില്ലേ വന്നു. പാടെ കാണുന്നത് മുഖവും കണ്ണുമല്ലേ. അതൊന്നും കണ്ടില്ലല്ലോ. അത് കണ്ടു. ഇപ്പൊ ഇന്നലെ വീട്ടിൽ വന്നിട്ടാണല്ലോ കൂടുതലായിട്ടും കണ്ടത്. ഇന്നലെയല്ലേ? വേണ്ടിട്ടല്ലേ നിന്നോട് വീട്ടിൽ വരാൻ പറഞ്ഞു. പക്ഷേങ്കില് ഒരുപാട് എണ്ണമയം കൂടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പ് വെച്ച് കളയണം. സൂപ്പ് വെച്ച് കളയൊന്നും വേണ്ട, അങ്ങനെ കളഞ്ഞാണ്ട് പോലെ എന്താന്ന് തിളങ്ങുന്നു. ഒറ്റ ശരിയാവില്ല കേട്ടാ. എന്തോ കുറഞ്ഞു പോയ പോലെയുണ്ട്. ശബ്ദം കുറഞ്ഞു പോയാ? അത് സൗണ്ട് കേൾക്കുന്നില്ല? സൗണ്ടില്ല. കേൾക്കുന്നില്ല? ഇല്ല. അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞേ, അതായത് നല്ല എണ്ണമയം ഉണ്ട് എന്ന് പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത്. അവിടെ പോയിട്ട് ഭക്ഷണം എന്നാ കഴിച്ചാൽ ഞാൻ അതാ ചോദിക്കാൻ കാരണം. ഏതായാലും എണ്ണ കുടിച്ചിട്ടില്ല. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. എണ്ണ കുടിച്ചിട്ടേനു? ഇല്ലല്ലേ? ഇല്ല. പിന്നെന്താ കുടിച്ചേ? പാല് മാത്രേനു? ഭക്ഷണത്തിന്റെ പാലും കുടിച്ച്. പാല് കുടിക്കുന്നത് ഇന്നലെ ഞാനും തന്നല്ലോ. പാല് കുടിച്ചിട്ടില്ലേനു? കുടിപ്പിച്ചിട്ടില്ലേ? അതെന്നാ പറയാതെ തന്നെ. പിന്നെ പാല് കുടിപ്പിക്കാനുണ്ട് ഒരു രസം. പാല് കുടിക്കണ്ടേ? പാല് കുടിക്കാനുള്ളതല്ലേ. നീ കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, എല്ലാം പറ്റിപ്പോയിന്നു. നല്ലോണം ഞാൻ വലിച്ചു കുടിച്ചു നോക്കിനു, പക്ഷെ കിട്ടുന്നില്ല. പാലിങ്ങനെ പറ്റിപ്പോയേ? അതെനിക്കറിയില്ലല്ലോ. കൊഴപ്പില്ല, ഇനി നമുക്ക് പാല് പശുവിന്റെ അടുത്ത് പോയാ മതി. അല്ല, ഇനിയിപ്പോ പാല് നമുക്ക് വരുത്തിക്കാ കുറച്ച്. ഉഷാറാണല്ലോ. ഇന്നലെ എന്താ പറയണ്ടേ, ഞാൻ ഒഴുകി പോകാതെ ഭാഗ്യേനു. പിന്നെ അല്ല, ഞാൻ ഒഴുകി പോകാതെ ഭാഗ്യേനു. എത്രയാ ഉറങ്ങിയിട്ടല്ല, എത്രയാ ഒഴുകി വന്നേന്ന്. ഒഴുകുമല്ലോ, 3 മാസത്തിലല്ലേ. അല്ല, അതെ നിന്റെതാ പറയാ. അപ്പൊ അങ്ങനെ
കൂടുതൽ ഒഴുക്കിയിട്ടില്ല എന്ന് അർത്ഥമല്ലേ? ഉം. അങ്ങനെ പോയിട്ട് കൂടുതലൊന്നും ഒഴുകിപ്പോയിട്ടില്ലാന്ന്. ഇല്ല. ഒഴുക്ക് അതിന് നടന്നിട്ടില്ല. ഒഴുക്ക് അതിനുള്ള നടന്നിട്ടില്ല. സൗകര്യം ഇല്ലേ? ഇല്ല. അതും നോക്കിയാ? അതെല്ലാം അറിയൂലേ. ഇയാള് ഉഷാറല്ലേ? പിന്നെ അങ്ങനെയൊക്കെ ഉഷാറ് വേണ്ടേ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ അന്നെ അന്വേഷിച്ച് നടക്കുന്നു. അതെ. അതുകൊണ്ട് വേറെ എന്തൊക്കെ ഉണ്ട്? വേറെ എന്ത്? അതുകൊണ്ട് ഇന്നലെ വേറെ ഞാൻ രാവിലെ അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം പിന്നെ നീ നല്ല ഉറക്കുറങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഞാനും ഉറങ്ങിപ്പോയിടാ ക്ഷീണം കൊണ്ട്. ഞാനിപ്പോ എണീറ്റാണ് കുഴപ്പമില്ല. പിന്നെ ഉറങ്ങുന്നതിന്റെ പണി നല്ലത് കാര്യം കഴിഞ്ഞല്ലോ. പിന്നെ ഇനി ഉറങ്ങുന്നതിനാ ഇനിയിപ്പോ അടുത്തിനെ പറ്റി ആലോചിച്ചാ പോരെ? അതെപ്പോയാലും നീയല്ലേ പറയണ്ടേ? അത് നീയല്ലേ പറയണ്ടേ? അല്ല പണ്ട് വരുന്ന പോലെ നമുക്ക് എവിടെയും പോയാലോ? ഞാൻ റെഡിയാ. വണ്ടി റെഡിയാ. ഞാനും റെഡിയാ. വണ്ടി റെഡിയാ. നീ പറഞ്ഞ നീ റെഡിയല്ല, ഉമ്മ കാണുന്നു. അത് നീല പറഞ്ഞ ഉമ്മ കാണും, ഞാൻ റെഡിയല്ല. ഇന്നലെ രാത്രിയത്തോട് കൂടിയിട്ട് എല്ലാം റെഡിയായ? ഞാൻ പിന്നെ എന്താ ചെയ്യാ? എന്തെങ്കിലും പറഞ്ഞു നോക്കാം. ഞാനും പിന്നെ എല്ലാണ്ട് ഉമ്മയോട് പറയാം എനിക്ക് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകാനുണ്ട്, അവൾ വിളിച്ചോണ്ട് നിൽക്കുന്ന പറയാം. അല്ലാണ്ട് ഈ ഉള്ളവും വെച്ചിട്ട് ഇങ്ങനെ പട്ടിണി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. വിശക്കുമ്പോ കഴിക്കുക. നീ നിന്റെ സാധാരണ മറ്റേ കാർ എടുത്തിട്ട് വന്നാ മതി. നമ്മൾ എവിടെയല്ല പോയില്ലേ പണ്ട്? കൊറേ സ്ഥലത്ത് പോയിനേനു. അതിന്റെ അടുത്ത് കുട്ടിയാണ് നിന്നെ പിടിച്ചോണ്ടേ. പോയോണ്ടാത് പിടിച്ച്. അതന്നേരം കാലം അവിടെ ഉള്ളോണ്ടല്ലേ. ഇനിയിപ്പോ എന്തായാലും പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. ഒരു കൊല്ലം എന്തായാലും എടുക്കില്ല. എന്തായാലും ഇങ്ങോട്ട് പെട്ടെന്നുണ്ടാവില്ലായിരിക്കും. ഒരു കൊല്ലം നമുക്ക് അർമാദിക്കാലോ. ഒരു കൊല്ലത്തിന് എത്ര ദിവസമുണ്ട്? അത്ര പാട് ദിവസമല്ല, 365 ദിവസമേ ഉള്ളൂ. അതെ, ആ 365 ദിവസവും തന്നെ. പിന്നെ അല്ലാണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ. അത് പിന്നെ അങ്ങനെയല്ലേ. ഹലുവ കിട്ടിയ പിന്നെ ആരെങ്കിലും വേണ്ട നോക്കുവോ? ഹലുവയല്ലേ ഹലുവ. ഹലുവയല്ലേ ഹലുവ. ഹലുവയോ ലഡുവോ എന്തെങ്കിലും ആട്ടെ. ഇന്ന് ഞാൻ വരുമ്പോ അവിടെ ആ പട്ടിയൊന്നും കുറച്ചിട്ടില്ലല്ലോ. പട്ടി അവിടെ ഇല്ലേ? പട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ട്. വണ്ടിയെല്ലാം മേലെ വെച്ചിട്ടുണ്ട്. ഞാന് പതുക്കെ നടന്ന് സാധാരണ പോകുന്ന ഒരാള് പോകുമ്പോലെ പരിചയമുള്ള റൂട്ടിൽ നടത്താൻ കാണുന്നത്. അതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് പോയില്ലേ, പട്ടി കുരക്കുവോ, പട്ടി വരുവോ? വരുന്നത് ഈ കള്ളനെപ്പോഴും നടക്കുമ്പല്ലേ? അങ്ങനെ നടന്നിട്ടില്ല. പിന്നെ അടുത്തത് സംശയം എന്താ വെച്ചാല് നിന്റെ ഡോറ് നീ തുറന്നിട്ടുണ്ടാവില്ലേ, വിളിക്കേണ്ടി വരും.